എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത്? വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടും മറുപടി കാണാത്ത എത്രയോ പേരെ എനിക്കറിയാം. എന്നിട്ട് അവർ പിന്മാറാത്തതിൻ്റെ കാരണം എന്താണ്? മറുപടിയില്ല, എന്നാൽ സന്തോഷത്തിൻ്റെ പരിപൂർണത അത് ആ സമയത്ത് തന്നെ നമുക്ക് അനുഭവിക്കാൻ ദൈവം തരുന്നതാണ്. അതായത് എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് കടങ്ങളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടും മാറിയിട്ട് അനുഭവിക്കുന്നതല്ല സന്തോഷത്തിൻ്റെ പരിപൂർണത. അവൻ്റെ സന്നിധിയിൽ വരുന്നവർക്കെല്ലാം ഇതുണ്ട്. ഒരാളൊരു കൂട്ടായ്മയിൽ, യേശുവിൻ്റെ കൂട്ടായ്മയിൽ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ കൊണ്ടുപോകുന്നത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. അതുകൊണ്ട് പലരെ എനിക്കറിയാം, കടങ്ങൾ മാറാൻ, കഷ്ടപ്പാടുകൾ മാറാൻ വന്ന പലരെ എനിക്കറിയാം. വന്നത് അതിനാണ്. എന്നാൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒന്നും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് ഇനി മാറാൻ പോകുന്നില്ല. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ വിട്ട് കുറേ പേര് പോയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലാണ്. ഏറ്റവും വലിയ സന്തോഷം നിത്യജീവൻ്റെ വഴികൾ, പോകാനുള്ള വഴി, ഉയർച്ചയിലേക്കുള്ള വഴി, സമൃദ്ധിയിലേക്കുള്ള വഴി, ഏക വഴി, ഏക സത്യവും ജീവനുമായ കർത്താവിലൂടെയുള്ള വഴി. ഇതാണ് നമ്മെ വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ താൽക്കാലികമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ ഇടക്ക് വെച്ചിട്ടേച്ച് പോകും. അവർ വന്നത് ഈ ലോകത്തിൽ കർത്താവിനെ കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ വന്നവർ, അവരതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ നന്മ കിട്ടിക്കഴിയുമ്പോൾ മടങ്ങിപ്പോകുന്നവരാണ്. എന്നാൽ കുറച്ചു പേരുണ്ട്, നന്മകളൊന്നും കണ്ടിറങ്ങിയവരല്ല, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി ഇറങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഈ അനുഭവത്തിൽ നിന്ന് പിന്തിരിയില്ല. ഞങ്ങൾക്ക് നിത്യത വരെയും ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ട സന്തോഷം, സമാധാനം, സ്വസ്ഥത എല്ലാം ഞങ്ങൾ ക്രിസ്തുവിൽ പ്രാപിച്ചവരാണ്. ക്രിസ്തുവിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ച് ജീവിക്കുന്ന ലൗകിക ഭൗമിക മറുപടികൾ ഇല്ലാത്തവരെ എനിക്കറിയാം. എന്നാൽ ഭൗമിക മറുപടികൾ ലഭിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കാത്തവരും വലിയ ഭൂരിപക്ഷമുണ്ട്. എന്നാൽ നാം നമ്മെ വിവേചിക്കണം. ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? ഞാൻ ക്രിസ്തുവിൽ സന്തോഷത്തിൻ്റെ ആ സമാധാനത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹവും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിച്ചിരിക്കും, ഉറപ്പാണ്. ഇന്നത്തെ ആരാധനയിൽ നമ്മെ വിടുവിച്ച കർത്താവിനെ പാടി ആരാധിച്ച് സ്തുതിക്കാം. Jesus, Jesus, Holy and Anointed One, Jesus, Your name is like honey on my lips, Your Spirit's like water to my soul, Your word is a lamp unto my feet. Jesus, I love you, I love you. Jesus, Jesus, risen and exalted One.
Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you. Jesus, I love you, I love you, I love you more than anything, more than anything. Jesus, 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 holy and anointed one, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് തുടങ്ങിയത് ദൈവമക്കളുടെ പദവിയെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:12, 1:11 തൊട്ട് വായിക്കുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും. അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല. ആര് കർത്താവിനെ സ്വീകരിച്ചുവോ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുക എന്ന ഈ വലിയ കാര്യം ആര് ഹൃദയപൂർവ്വം ചെയ്യുന്നുവോ ആ വ്യക്തി മുൻപിലെത്തും. യഹൂദജനം അവർ പിൻപന്മാരും ജാതികൾ മുമ്പന്മാരുമായി തീർന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് യേശു അബ്രഹാമിൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടക്കും. അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ആരെ? അബ്രഹാമിൻ്റെ സന്തതിയെ. അവിടെ കരച്ചിലും പല്ല് കടിയും ഉണ്ടാകും. അതായത് കല്യാണ വീട്ടിൽ മണവാളൻ്റെ കല്യാണത്തിന് കടന്നു വന്ന ജാതികൾ, പുറം ജാതിക്കാർ, മെനക്കെട്ട് നിന്നവരെല്ലാം അകത്ത് കയറി, അല്ലാത്തവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയും. അവർ തള്ളപ്പെടും. അപ്പോൾ ദൈവ പൈതലായി തീർന്ന നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. സ്വാഭാവിക കൊമ്പുകളായതിനെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ നിന്നെ നല്ല ഒലിവനോട് ചേർത്ത് ഒട്ടിച്ച് അതിൽ നീ ഫലം കായ്ക്കുന്നുവെങ്കിൽ നീ എന്തിനാ നിന്നെ തന്നെ ഞെളിഞ്ഞ് കാണുന്നത് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെങ്കിൽ നിന്നെയും ഒടിച്ചു കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവമകനായി തീർന്നാലും നീ അഹങ്കരിക്കരുത്. ചിലർ ദൈവമകനാണ്, മകളാണെന്നുള്ളൊരു അഹങ്കാരം ഒത്തിരി പേരെ, മറ്റുള്ളവരെ പരിഹസിക്കുമാറാക്കാറുണ്ട്. നാം നിൽക്കുന്നത് ദൈവകൃപയിലാണ്. യഹൂദനെ ഒടിച്ചു കളഞ്ഞെങ്കിൽ നിന്നെയും ഒടിച്ചു കളയാം. അതുകൊണ്ട് ഒരു കാരണവശാലും നാം അഹങ്കരിക്കരുത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, യേശുവിനെ പോലെ ആകുന്നതാണ് ദൈവ പൈതൽ. യേശു എങ്ങും അഹങ്കരിച്ചില്ല. അഹങ്കാരം ദൈവത്തിലുള്ളതല്ല, അത് ജഡത്തിലുള്ളതാണ്. അങ്ങനെ ആകുന്നു എങ്കിൽ ഒരിക്കലും നമുക്ക് ജഡത്തിൽ
അഹങ്കരിക്കാൻ കഴിയില്ല. നമ്മുടെ പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവർത്തികളോടുകൂടി നാം കുഴിച്ചിട്ടു എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വാ ദൈവത്തിൻ്റെ വായായി മാറും. നാം ദൈവത്തിന് പകരം ഒരു കൊച്ചു ദൈവമാക്കി ദൈവം നമ്മെ ആക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഞാൻ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ദൈവം നമുക്ക് വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഈ ലോകത്തിലായിരിക്കുന്നു. ലോകം യേശുവിനെ അറിഞ്ഞില്ല, അതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. 3 യോഹന്നാൻ 1 അങ്ങനെ പറയുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലിക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഈ വടി ആരുടെ വടിയാണ്? മോശയുടെ വടി. മോശയുടെ വടി ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ആ വടി ദൈവത്തിൻ്റെതായി മാറി. ആ വടി അമാനുഷിക വടിയായി മാറി. വടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ മുമ്പും പുറകും വെട്ടിയതാണ്, അത് ഉണങ്ങിയതാണ്, അത് വെറും ഒരു കമ്പാണ്. അതിന് പ്രത്യേകതകളൊന്നുമില്ല. അത് ആടിനെ ഡയറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകതകളൊന്നുമില്ല. ഇതൊരു വലിയ സംരക്ഷണത്തിൻ്റെ ആയുധവുമല്ല. അടുത്തത്, കുത്തി നടക്കാൻ, ഒന്ന് ഊന്നി നടക്കാൻ ഈ വടി പ്രയോജനപ്പെടും. മോശയ്ക്ക് വയസ്സ് 80 പാറക്കെട്ടുകളിലൂടെ ചുവടുകൾ വെച്ച് മുകളിലോട്ടൊക്കെ കയറുമ്പോൾ ഈ വടി പ്രയോജനപ്പെടും. എന്നാൽ ആ വടി അവൻ്റെ ജീവിതത്തിൽ അല്പകാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന വടി, ഇപ്പോൾ ആ വടി ദൈവം ഏറ്റെടുത്തു. നിന്റെ കയ്യിലുള്ളത് എന്ത്? ഒരു വടി അവൻ പറഞ്ഞു, അത് നിലത്തിടുക. പുറപ്പാട് പുസ്തകം 4 നിലത്തിടുക. അതൊരു സർപ്പമായി മാറി. അതിൻ്റെ വാലിന് പിടിക്കുക. അത് വീണ്ടും വടിയായി മാറി. മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വടി, മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്ന വടി, ഫറവോന്റെ മന്ത്രവാദികളുടെ വടികളെ, മന്ത്രങ്ങളെ വിഴുങ്ങുന്ന വടി, നൈൽ നദിയെ രക്തമാക്കാൻ ശേഷിയുള്ള വടി, ചെങ്കടലിനെ വിഭാഗിക്കാൻ ശേഷിയുള്ള വടി, പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന വടി. ഒറ്റ വാക്ക് പറഞ്ഞാൽ, എൻ്റെ ജനത്തെ നയിക്കുവാൻ ശേഷിയുള്ള വടി. ആ വടി എൻ്റെ വടി. ഇപ്പോൾ മോശ പറയാണ്, ഞാൻ എൻ്റെ വടിയുമായി ദൈവത്തിൻ്റെ പർവ്വതത്തിൽ അല്ലെങ്കിൽ മലയിൽ നിൽക്കും എന്നല്ല പറയുന്നത്. ഞാൻ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി, എൻ്റെ വടിയുമായിട്ടല്ല, ദൈവത്തിൻ്റെ വടിയുമായിട്ട് നിൽക്കും. ഒരു വടി ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചപ്പോൾ ആ വടി അത്ഭുതമായെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താൽ ആ വ്യക്തി എത്രത്തോളം ദൈവത്തിൻ്റെതായി മാറും. ദൈവത്തിൻ്റെ വായും ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ കാലുകളും ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തെ പോലെ തന്നെ. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞത്, ഇവർ പഠിപ്പില്ലാത്തവർ, സാമാന്യരുമാണ്, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയുന്നു? അടുത്തത്, ഇവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നു എന്ന് അറിഞ്ഞു. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അതേ ഉച്ചാരണം, ഇവരുടെ ഉച്ചാരണം കേൾക്കുമ്പോഴറിയാം ഇവനും. പത്രോസിനെ കുറിച്ച് അവർ പറഞ്ഞു, തീ കായുന്ന സമയത്ത്, യേശുവിനെ പിടിച്ച രാത്രിയിൽ, ഇവൻ്റെ ഉച്ചാരണം കേൾക്കുമ്പോഴറിയാം ഇവനും ആ കൂട്ടത്തിലുള്ളതാണ്. അതെ, നിന്റെ ഉച്ചാരണം മാറും, നിന്റെ സംസാര രീതി മാറും, നിന്റെ പ്രവർത്തികൾ മാറും, നിന്റെ ചിന്താഗതികൾ മാറും. സകലത്തിലും മാറ്റം കൊണ്ടുവരുന്നതാണ് യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം. യേശുവിനോട് കൂടെ ജീവിക്കുന്നവർ യേശുവിനെ പോലെയാകുന്നു, യേശുവിൻ്റെ മക്കളായി മാറുന്നു. മക്കൾ എല്ലാ നിലയിലും വളർച്ചയുള്ളവരായിരിക്കണം, മക്കളായി വളരണം.
ദൈവസന്നിധിയിൽ വന്നിട്ട് ദാസീദാസന്മാരായി ഒരു ദൈവ പൈതൽ വളരാനുള്ളതല്ല. ഇതാ മോശയുടെ വടി ദൈവത്തിൻ്റെതായി മാറി. അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ പിന്നീട് കാണുന്നത് അത് തന്നെയാണ്. ഓരോ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് കാണാം. ജോസഫിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഫറവോൻ്റെ മുൻപിൽ നിൽക്കുന്ന ജോസഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫറവോൻ ജോസഫിനോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ജോസഫ് പറഞ്ഞ മറുപടി എല്ലാവരും ശ്രദ്ധിക്കണം, അടിവരയിടണം. അതിന് ജോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഉത്തരം നൽകും എന്ന് ജോസഫ് പറഞ്ഞു. ഞാനല്ല, ദൈവം തന്നെ. എന്നാൽ ജോസഫിനോട് ഫറവോൻ പറഞ്ഞു, എന്നാ നീ പൊയ്ക്കോ, ദൈവം പറഞ്ഞോളൂ എന്ന് പറഞ്ഞോ? ഇല്ല, ഞാനല്ല, ദൈവം തന്നെ രാജാവിന് വ്യക്തമായ ഒരു മറുപടി തരും. എന്നിട്ട് മറുപടി പറഞ്ഞത് മുഴുവനും ജോസഫാണ്. 5-1 ഈ സമൂഹത്തിൽ നിന്ന് സമ്പാദ്യം, കായ്കനികൾ നീ ശേഖരിക്കണം, അധികാരികളെ ആക്കണം. 7 വർഷം വലിയ സമൃദ്ധി ഉണ്ടാകും. അതിനുശേഷം 7 വർഷം അതിശക്തമായ ക്ഷാമമുണ്ടാകും. എന്നാൽ 7 വർഷത്തെ സമൃദ്ധിയിൽ നിന്ന് ക്ഷാമകാലത്തിന് വേണ്ടി 5-1 മാറ്റണം, പാണ്ഡികശാലകൾ പണിയണം. ജോസഫ് ഫറവോ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ പറയുകയും 14 വർഷത്തെ പ്രോഗ്രാം അവർക്ക് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. നീണ്ട 14 വർഷത്തെ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഒരു രാജ്യത്തിലെ രാജാവിനോട് പറയത്തക്ക രീതിയിൽ അവൻ്റെ വായോട് കൂടെ ദൈവം ഇരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത 14 വർഷം എന്ത് ചെയ്യണം, അടുത്ത 10 വർഷം എന്ത് ചെയ്യണം, അടുത്ത 15 വർഷം എന്ത് ചെയ്യണം, അടുത്ത 20 വർഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ദൈവം. അവിടെ നമ്മൾ വായിച്ചത്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും. ജോസഫിന് ഉറപ്പാണ്, ഞാനല്ല പറയുന്നത്, എന്നിലുള്ള ദൈവമാണ് പറയുന്നത്. ജോസഫിന് അറിയാം, പോത്തിഫേറിന്റെ വീട്ടിൽ ആ സമൃദ്ധി ഉണ്ടായത് ഞാനല്ല, ദൈവമാണ്. അതുകൊണ്ടാണ് ജോസഫിനെ പാപം ചെയ്യാൻ കഴിയാതെ പോയത്. ഞാനല്ല ആ വീട്ടിൽ സമൃദ്ധി കൊണ്ടുവന്നത്, ഞാനല്ല ആ വീട്ടിൽ ഉയർച്ചകൾ കൊണ്ടുവന്നത്. എനിക്ക് കിട്ടിയ സകല അധികാരവും എൻ്റേതല്ല, ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പോൾ നമ്മിൽ ഇരുന്നു കൊണ്ട് ദൈവം അസാധാരണമായ നിലയിൽ പ്രവർത്തിക്കുവാൻ നമ്മെ അവൻ്റെ മക്കളായി ദൈവം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തു എന്ന സന്ദേശത്തെ അടിവരയിട്ട് വിശ്വസിക്കാൻ ആരുണ്ട്? നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. മറ്റൊരു വാക്യം ജോസഫിൻ്റെ ചരിത്രത്തിൽ തന്നെ, ജോസഫ് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വന്ന 2 പേര് സ്വപ്നം കണ്ടു. അവർ സ്വപ്നം കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജോസഫ് അവരുടെ അടുക്കൽ ചെന്നു. സ്ഥലം എവിടെയാണ്? ജയിലാണ്. ജയിലിൻ്റെ അധികാരം ഇപ്പോൾ ആർക്കാണ്? ജോസഫിനാണ്. എവിടെ ചെന്നാലും അത് അവൻ്റെ കൺട്രോളിലേക്ക് വരും. എവിടെ ചെന്നാലും അതിൻ്റെ റിമോട്ട് ജോസഫിൻ്റെ കയ്യിലോട്ട് വരുന്നു. ജയിലിൽ ആണെങ്കിൽ ജയിൽ മുഴുവൻ ജോസഫിൻ്റെ കയ്യിൽ. പോത്തിഫേറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പോത്തിഫേർ പറയുന്നു, ഭക്ഷണമല്ലാതെ എല്ലാം അവൻ്റെ കയ്യിലാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണമല്ലാതെ ഞാൻ ഒന്നും അറിയുന്നില്ല, മുഴുവനും അവൻ്റെ കൺട്രോളിലാണ്. ഇപ്പോഴിതാ ഫറവോൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഒരു വലിയ രാജ്യത്തിൻ്റെ കൺട്രോൾ മുഴുവനും ജോസഫിൻ്റെ കയ്യിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം അവനല്ല, അവനിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് സകലതും അധ്വാനിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ അധ്വാനിക്കുന്നത്. നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ടാണ് കാര്യം നടക്കാത്തത്. നമ്മിലുള്ള ദൈവകൃപ അധ്വാനിക്കാൻ തുടങ്ങിയാൽ
കാര്യങ്ങളെല്ലാം അമാനുഷികമായിട്ട് നടക്കും. നന്നാ രാവിലെ എഴുന്നേറ്റത് കൊണ്ടോ വളരെ താമസിച്ച് കിടക്കാൻ പോയത് കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം പൊളിയത്തേ ഉള്ളൂ. എന്നാൽ കർത്താവിൽ വിശ്രമിക്കാൻ പഠിക്കണം, കർത്താവിൽ സന്തോഷിക്കാൻ പഠിക്കണം, കർത്താവിൽ ജീവിക്കാൻ പഠിക്കണം, കർത്താവിൽ സംസാരിക്കാൻ പഠിക്കണം, ഹാനോക്കിനെ പോലെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ ജയകരമായ ജീവിതം നയിച്ച് കർത്താവിൽ അനുഗ്രഹീതരായിട്ട് മാറും. ഇവിടെ ജോസഫ് ഉൽപ്പത്തി 40:8 വാക്യത്തിൽ പറയുകയാണ്, അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു. അതാരാ? ജയിലിൽ വന്ന അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്റെ പ്രമാണിയും. ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ജോസഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറയുവിൻ. അതിൻ്റെ അർത്ഥം സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത്, സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും ദൈവത്തിനുള്ളതാണ്. അത് എന്നോട് പറ. ദൈവത്തിനുള്ളത് എന്തെല്ലാം ഉണ്ടോ അത് എന്നിലുണ്ട്. അത് എന്നോട് പറഞ്ഞ ആ കാര്യം നടക്കും. എല്ലാം ദൈവത്തിൻ്റെതാണ്. ഭൂമി ദൈവത്തിൻ്റെതാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എന്നോട് പറ. എങ്ങനെ ഉണ്ടാകും? സ്വപ്നം ദൈവത്തിൻ്റെതാണ്, സ്വപ്നം എന്നോട് പറ, ഞാനത് വ്യാഖ്യാനിക്കാം. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതെല്ലാം എൻ്റേതാണ്. അതാണ് മുടിയൻ പുത്രൻ മടങ്ങി വന്ന സമയത്ത് ചേട്ടൻ പിണങ്ങി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അപ്പൻ മൂത്തവനോട് പറയുന്നുണ്ട്, കുഞ്ഞേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. ആ വാക്യത്തിൻ്റെ അർത്ഥം, യേശു പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ് സകലതും. അത് ഉപയോഗിക്കാനും ആസ്വദിക്കാനും നാം പരിശീലിക്കണം. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറയുവിൻ. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിച്ചോ എന്നല്ല പറഞ്ഞത്, എന്നോട് പറ. അവർ രണ്ടുപേരും സ്വപ്നം ആരോട് പറഞ്ഞു? ജോസഫിനോട് പറഞ്ഞു. അപ്പക്കാരുടെ പ്രമാണി പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, എൻ്റെ തലയിൽ അപ്പക്കൊട്ടിയിരിക്കുന്നു, 3 പക്ഷികൾ വന്ന് അത് കൊത്തി തിന്നുന്നു. ജോസഫ് പറഞ്ഞു, എളുപ്പം. എന്താണ്? 3 ദിവസത്തിനുള്ളിൽ നിന്നെ രാജാവ് തൂക്കിലേറ്റും, നീ മരിക്കും. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും സ്വപ്നം കണ്ടു, രാജാവിൻ്റെ അടുക്കൽ വീണ്ടും പാനപാത്രം പിടിച്ചു നിൽക്കുന്നത്, നീ വീണ്ടും രാജാവിൻ്റെ അടുക്കൽ എത്തിച്ചേരും എന്ന്, നീ വീണ്ടും അതേ സ്ഥലത്ത് നിൽക്കും, നീ മരിക്കില്ല. ജോസഫ് പറഞ്ഞതുപോലെ സംഭവിച്ചു. കാരണം സ്വപ്നം ദൈവത്തിൻ്റേത്, വ്യാഖ്യാനം ദൈവത്തിൻ്റേത്. ദൈവത്തിൻ്റേത് എന്തെല്ലാമാണോ അത് മുഴുവനും സ്വന്തമാക്കാൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് ദൈവം അനുവാദം വെച്ചിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. 2, 3, 4 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിലെ സത്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നില്ലേ? ഇന്നും യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവുകളും നമ്മുടെ സ്വന്തമാണ്, ദൈവത്തിനുള്ളതെല്ലാം. കാരണം കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നെങ്ങനെ കാണും? ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഞാൻ അവർക്ക് വേണ്ടി ചിലവിടുമ്പോഴാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, വെറുതെ വാക്കുകൊണ്ടല്ല. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ചിലവ് ചെയ്യും. ഇതുപോലെ എനിക്കുള്ളതിൽ നിന്നാണ് ഞാൻ ചിലവ് ചെയ്യുന്നത്. എൻ്റേതെല്ലാം ഞാൻ ചിലവ് ചെയ്താണ് സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നത്. ഇത് തന്നെയാണ് ദൈവം ചെയ്തത്. നമ്മെ മക്കളാണെന്ന് തെളിയിക്കാൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ ചിലവ് ചെയ്തു. നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് റോമർ 8:32 സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലതും, സ്വപ്നം, വ്യാഖ്യാനം, പ്രവചനം, വെളിപ്പാട്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ, അനുഗ്രഹം, ഉയർച്ചകൾ, കുതിപ്പുകൾ, മാന്യതകൾ, വിജയങ്ങൾ എല്ലാം നമുക്കുള്ളത്. നാമോ ക്രിസ്തുവിനുള്ളത്, ക്രിസ്തുവോ ദൈവത്തിനുള്ളത്. എത്ര പേര് അതിന് ആമേൻ പറയും? ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിനുള്ളതെല്ലാം നമ്മുടേതാണ്. സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത്, അത് എന്നോട് പറയുവിൻ എന്ന് പറഞ്ഞ ജോസഫിനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ മുമ്പാകെ അഭിമാനത്തോടെ പറയാം,
ദൈവത്തിനുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ എന്ന് പറയുവാൻ, ഈ കാലഘട്ടത്തിൽ പറയുവാൻ ഒരാത്മീക തൻ്റെ ഇടം, ആത്മീക വിശ്വാസം, വിശുദ്ധി എല്ലാം യേശു കർത്താവിൽ നിന്ന് നിറഞ്ഞ് പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നത്തെ ഈ വചനങ്ങൾ കേട്ട, യേശുവിനെ കുറിച്ച് കേട്ട, യേശുവിലുള്ള ജയത്തെക്കുറിച്ച് കേട്ട, യേശുവിൻ്റെ വചനം കേട്ട ഈ മക്കളുടെ മേൽ വിടുതലുകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും മാന്യതകളും പദവികളും എല്ലാവിധ സ്വർഗീയ അലങ്കാരങ്ങളും ഇവരുടെ മേൽ വരട്ടെ. ഇവരുടെ നന്മകൾ ഇവർ തിരിച്ചറിയട്ടെ. ഈ ജനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇവർ സ്വന്തമാക്കട്ടെ. ഇവരിലുള്ള അഭിഷേകം ഇവർ പ്രാപിക്കട്ടെ. ഇവർക്ക് വേണ്ടി സ്വർഗം തുറന്നു വച്ചിരിക്കുന്ന സകലവിധ ഐശ്വര്യവും ഇവരിലേക്ക് കടന്നു വരുമാറാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. പാനപാത്രവാഹകൻ്റെ പ്രമാണിയെപ്പോലെ നഷ്ടപ്പെട്ട പദവികൾ വീണ്ടും യഥാസ്ഥാനപ്പെടട്ടെ. ദൈവത്തോട് അടുക്കേണ്ടവർ അടുക്കട്ടെ. ഉയർച്ച പ്രാപിക്കേണ്ട എല്ലാവരുടെ മേലും അവിടെ നിന്ന് ഉയർച്ചയ്ക്കായി അവരെ കൂട്ടിവരുത്തിയല്ലോ. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകട്ടെ. വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഈ മാസം വലിയ നന്മകൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വചനം പറയുക, വിശ്വസിക്കുക, അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ നമുക്ക് സൂമിലൊരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏത് രാജ്യത്തിരുന്നും നമുക്ക് അത് പങ്കെടുക്കാൻ കഴിയും. പ്രൈസ് ജനറേഷൻ സഭയുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിങ്ങൾ നിൽക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും നിങ്ങൾ ഞങ്ങളെ കൈത്താങ്ങൽ തരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യം പണിയുകയാണ്, യേശുവിനെ ഉയർത്തുകയാണ്. പാതാള ഗോപുരം ജയിക്കാത്ത ദൈവസഭയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.